கண்களுக்கு சொந்தம் அம்மா அம்மா എന്താ அம்மா இதெல்லாம் நான் கழுவி வச்ச பிளேட் அம்மா. മിണ്ട അടങ്ങണം നിന്നോണം കേട്ടാ. என்னம்மா உங்களுக்கு ஆச்சு? എന്താ ஒண்ணும் இல்ல சாமி, நான் ஒண்ணும் பேச வரல. ഒന്നും പേശണ്ട, പേശ അടങ്ങണം നിക്ക്. என்னம்மா இது என்ன விஷயம்னு சொல்லுங்களேன், என்ன தானே எனக்கு தெரியும். എന്തോന്ന് நீங்க மனசுக்குள்ள என்ன வச்சிருக்கீங்கன்னு சொன்னா தானே எனக்கு தெரியும். എന്റെ മനസ്സിലൊന്നും ഇല്ല. பின்ன என்னம்மா இப்படி எல்லாம் காமிக்கிறீங்க? അതെ, അല്ല നിന്നോടൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. നീ പറഞ്ഞു കഴിഞ്ഞാലാണെങ്കിൽ നീ ഉടനെ ചെന്ന് പറഞ്ഞു കൊടുക്കത്തില്ലയോ? என்னம்மா அப்படி ஒரு பேச்சு? நீங்க சீரியஸா சொன்ன ஏதாவது ஒரு விஷயம் நான் போய் சொல்லியிருக்கேனா? ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ലച്ചു കാണിച്ചത് വലിയ സംഭവമായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? லட்சு என்ன காமிச்சா? അമ്മായിയമ്മയ്ക്കും അമ്മായി അച്ഛനും ഡ്രസ്സൊക്കെ മേടിച്ചോണ്ട് കൊടുത്ത് പർച്ചേസ് ചെയ്തോണ്ട് വന്നത്. அதுமா ரொம்ப நல்ல விஷயம் தானே. லட்சு வந்து அவங்களுக்கு என்ன தேவை இருக்கோ அதெல்லாம் யோசிச்சு யோசிச்சு வாங்கி கொடுத்திருக்கா. അല്ല, നല്ല കാര്യം തന്നെ. അതൊക്കെ അവനവന്റെ കാര്യത്തിന് വേണ്ടി കൂടെ വിനിയോഗിച്ചാൽ നന്നായിരിക്കും. എന്തായിരുന്നു ഒരു ചർച്ച? അല്ല, ഞങ്ങള് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിക്കുവായിരുന്നേ. இல்ல லட்சு, நீ காலையில குழிப்பழத்துல அம்மாக்கும் அப்பாவுக்கும் ட்ரெஸ் எல்லாம் வாங்கி கொடுத்தல, அது ரொம்ப நல்ல விஷயம்னு நாங்க சொல்லிட்டு இருக்கோம். അല്ല, ഞാൻ പറയുമായിരുന്നേ, ഡ്രസ്സൊക്കെ മേടിച്ചു കൊടുത്തതൊക്കെ നല്ല സംഭവം തന്നെ. പക്ഷെ അവർക്ക് ഇഷ്ടം പോലെ ഡ്രസ്സൊക്കെ ഇല്ലയോ മോളെ? പിന്നെ വേറെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുമ്പം വില കുറവുള്ള സ്ഥലത്ത് എവിടെന്നെങ്കിലും മേടിച്ചാ പോരെ? അത് ഞാൻ കനകത്തിനോട് പറയുമായിരുന്നു. അല്ല, അവര് വന്നപ്പോഴും അവിടുന്ന് കൊറേ ഡ്രസ് ഒന്നും എടുത്തോണ്ട് വന്നില്ലല്ലോ. ആ ചെറിയ ബാഗിൽ 2-3 ഡ്രസ് മാത്രല്ലേ ഉള്ളൂ. അപ്പൊ അവർക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് മാറാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അല്ല, അതൊക്കെ ശരിയാണ്. എന്നാലും അതുപോലെ തന്നെ അമ്മുമ്മേ, ഇവിടെ നല്ല നാടൻ തൈര് അവിടെ കിട്ടും. നാടൻ തൈര് ഇവിടെ കിട്ടും. കുഴിപ്പളത്തെ അമ്മയ്ക്കേ ഉച്ചയ്ക്ക് നല്ല നാടൻ തൈരൊക്കെ കൂട്ടി ചോറുണ്ണണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നാടൻ തൈര് കിട്ടുവാണെങ്കിൽ അമ്മയ്ക്കും സന്തോഷാവും. പിന്നെ 1-2 സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. കുറച്ച് ഓട്സ് മേടിക്കണം, കുറച്ച് ചെറുപയർ മേടിക്കണം, കുറച്ച് ഗ്രീൻ പീസ് മേടിക്കണം, പിന്നെ മറ്റേ ബ്രോക്കലി, അങ്ങനത്തെ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടല്ലോ. അതെന്തുവാ? അതൊരു പച്ചക്കറിയാ. അതൊക്കെ അവര് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ കുറച്ച് മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കണം. ഈ തൈരിന്റെ കാര്യം ഒന്ന് അന്വേഷിച്ചിട്ട് എന്റെ ഒന്ന് പറയണേ. ഇനി അമ്മായിയമ്മയ്ക്ക് തൈര് കൊടുക്കാൻ വേണ്ടിട്ട് ഇനി പശുവിനെ വാങ്ങിച്ചു കെട്ടാൻ പറയുമോ? அம்மா, இந்த நாடன் தயிர் இங்க எங்கேயாவது கிடைக்கும், நம்ம போய் தேடி பார்க்கலாம், എന്നിട്ട് வாங்கிட்டு வரலாம். പിന്നെ ഇത് ഇവിടെ വെക്ക്. ആദ്യം പോയിട്ട് വാ. அம்மா இப்பவே எதுக்கு? அவங்க வரும்போது போதும்ல. വരുമ്പോഴും മതി. ഇപ്പൊ അതൊന്നും പോരാഞ്ഞിട്ട് ലോകത്തില്ലാത്ത വേറെ ഏതാണ്ട് സാധനത്തിനെ എന്താ? അല്ല, ഞാൻ കനകത്തിനോട് ചോദിക്കുമായിരുന്നു മോളെ, ഈ പ്രോ കോളി എവിടെ കിട്ടുമെന്ന്. ബ്രോക്കലി. ബ്രോക്കലി അതെവിടെ കിട്ടുമെന്ന് ചോദിക്കുമായിരുന്നു. അതിവിടെ പച്ചക്കറി കടയിലൊക്കെ കിട്ടും. മോള് പോയി മേടിക്കുവോ?